ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അപ്പത്തിനും ദോശക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള വെജിറ്റബിൾ കറിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിച്ചത് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. അപ്പോൾ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് അളവിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും അനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ടെടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാകുന്ന വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇത് വെന്ത് ഉടയാൻ പാടില്ല, എന്നാൽ കറക്റ്റ് വേവാണ്. അതിന് വേണ്ടിയിട്ട് 2 വിസിലിൽ വേവിച്ചിട്ട് എടുക്കാൻ പറയുന്നത്. ഇനി അത് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളയും കൂടി വെച്ചിട്ട് നമുക്ക് പാല് എടുക്കാം. ഇത് മീഡിയം സൈസ് ഒരു തേങ്ങ, ഒരു അരഭാഗം തേങ്ങയാണ് കേട്ടോ. ഇനി 2 തരം പാൽ വേണം, 1-ാം പാലും വേണം, 2-ാം പാലും വേണം. അപ്പോൾ പാൽ എല്ലാവർക്കും എടുക്കാൻ അറിയുന്നല്ലേ, അതുകൊണ്ട് ഞാൻ കാണിക്കേണ്ടുന്നത്. ഇപ്പോൾ നമ്മളെ വെജിറ്റബിൾ വെന്ത് വന്നിന് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. കറാമ്പ്, കറുവാപ്പട്ട, ഏലക്ക, ഇത് എല്ലാം ഒരു ഫ്ലേവറിന് കറാമ്പും ഒരു 4 പീസും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു 3-4 ഏലക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുരു മാത്രം ചേർത്താലും മതി. പിന്നെ 2 മീഡിയം സൈസുള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെജിറ്റബിളിന് ഓൾറെഡി 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇത്. 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. ഇനി ഉള്ളി നല്ല സോഫ്റ്റായി ചെറിയൊരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ല ചെറുതായിട്ടല്ല കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകിന് കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് കുറുക്കിയിട്ടെടുക്കുക. നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുക സ്പൂൺ കൊണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് നല്ല കുറുകിയിട്ട് വരും. ആ സമയം ഇതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം ക്യാരറ്റ് ചേർക്കേണ്ടുന്നത് നന്നായിട്ട് ഉടഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സ് ആക്കിയിട്ട് 1-ാം പാലും കൂടി ചേർത്തിട്ട് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞൊരളവ് ഇതിന് കറക്റ്റ് ആയിക്കോട്ടെ. ഉപ്പ് പിന്നെ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. പശു നെയ്യ് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പശു നെയ്യ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറി നമ്മളെ ചൂട് അപ്പത്തിൻ്റെ ഒപ്പം ഒന്ന് കഴിക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയായി. പിന്നെ നിങ്ങൾ വേറൊരു ടൈപ്പ് വെള്ളാപ്പം ചുട്ടൊക്കെലുണ്ടാവും. അതായത് വെള്ളാപ്പം ഒഴിച്ച ശേഷം നടുക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് കറിയൊന്നും വേണമെന്നില്ല. മുമ്പ് സ്കൂളിൽ പോകുമ്പം രാവിലെ തന്നെ നമുക്ക് കറിയെല്ലാം കഴിക്കാൻ നല്ല മടിയാവില്ലേ, ആ ടൈം ഉമ്മാമ ഉണ്ടാക്കി തരുന്നതാണ്. വേഗം തന്നെ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. വെള്ളാപ്പത്തിൻ്റെ നടുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കും, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കും. ഇതിപ്പോൾ ഇത്ര സൈഡ് ഭാഗം നല്ല മൊരിച്ചെടുത്തിട്ട് എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ട് ക്രിസ്പി ഇഷ്ടമില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഇനി നമ്മൾ ഈ കറിയും വെള്ളാപ്പവും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഇത് വെള്ളാപ്പത്തിന് മാത്രമല്ല, ദോശക്കായാലും പിന്നെ പത്തലിനായാലും നിങ്ങൾക്ക് ഏതൊരു കോംബോ ആയിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.